ഇത്രയും പൈസ ഞങ്ങൾ കണ്ടെത്താൻ പറ്റുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഞങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ പാസ്റ്റർ നേരത്തെ പറഞ്ഞതുപോലെ, വീഡിയോയിലും പറഞ്ഞതുപോലെ, ഒരു ഡോസിന് 1,00,000 സംതിങ് രൂപയാണ്. അത് ഒരു പ്രാവശ്യം ഞങ്ങൾ കണ്ടെത്തി തന്നെ വളരെ പ്രയാസത്തിൽ കൂടെയാണ് കണ്ടെത്തിയത്. വല്ലാത്ത മാനസിക അവസ്ഥയിൽ കൂടെയാണ് ഞങ്ങൾ കടന്നുപോയത്. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. 2 കുഞ്ഞുങ്ങൾ, ഞങ്ങൾ ഡെയിലി ആവശ്യമായതൊന്നും എങ്ങനെ ആയിത്തീരുമെന്ന് പോലും ചിന്തിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കർത്താവ് ഞങ്ങളെ ഇത്രത്തോളം സഹായിച്ചു. ലഭിച്ച പൈസയിൽ നിന്ന് ഞങ്ങളത് ചികിത്സയ്ക്ക് വേണ്ടി മാത്രമല്ലാതെ വേറെ ഒന്നിനും ഞങ്ങൾ ഉപയോഗിക്കില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഞാൻ പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഞാനിപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ ലിജി ജോർജ് പാസ്റ്ററുടെയും അശ്വതിയുടെയും വാടക വീട്ടിൽ വന്നിരിക്കുന്നത്. പ്രിയമുള്ളവർ, EG ചർച്ചിലെ പാസ്റ്ററാണ് ലിജോ ജോർജ് പാസ്റ്റർ. ദയവായിട്ട് ഈ സന്തോഷ വാർത്ത അവരിൽ നിന്ന് തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദയവായിട്ട് ഈ വീഡിയോ ഒന്ന് കാണണേ. പ്രിയമുള്ളവർ, ഞാൻ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞെങ്കിലും ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ വല്ലാതെ ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കാൻ വന്നത്. അങ്ങനെ ഏകദേശം 10,49,000 രൂപ ജപ്തി ഒഴിവാക്കാനും അപ്പോൾ തന്നെ ചികിത്സയ്ക്കുമായി ലഭിച്ചു. നമുക്കറിയാം, ഞാനെന്ന് പറഞ്ഞല്ലോ, വിദേശത്ത് നിന്ന് ഒരു കോഴ്സ് മരുന്നിന് 1,00,000 രൂപയാണ്. തൈറോയ്ഡ് ക്യാൻസറാണ് അശ്വതിക്കുള്ളത്. 31 വയസ്സാണ്. പക്ഷേ ആ സമയത്ത് സാമ്പത്തികമായ ബുദ്ധിമുട്ടിൻ്റെ അനുഭവത്തിൽ നിൽക്കുന്ന സമയത്താണ്, ചികിത്സിക്കാൻ പോകാനുള്ള സാമ്പത്തികമില്ലാത്ത സമയത്താണ് ചികിത്സയും. ഇതിനു മുമ്പ് എത്ര ഓപ്പറേഷൻ? 4 ഓപ്പറേഷൻ നടത്തി അതിന് വന്നതായിരിക്കുന്ന അതിനൊക്കെ വേണ്ടി ലോൺ എടുത്ത പൈസയാണ് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെ വന്നു. പക്ഷെ ചികിത്സയ്ക്കും പൈസ ഇല്ലാത്ത സാഹചര്യമായിപ്പോയി. ആ സാഹചര്യത്തിലാണ് നമ്മളിവിടെ വരികയും പ്രിയമുള്ളവരുടെ വീഡിയോ ഒക്കെ എടുത്തത്. എന്നാൽ സന്തോഷത്തിനിടയിലും അല്പം പ്രയാസമുള്ള ചില കാര്യങ്ങളുണ്ട്. എന്നാൽ ഇത് ഈ അസുഖത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു. പൂർണ്ണമായ സൗഖ്യം കർത്താവ് കൊടുക്കുമെന്നും മനസ്സിലാക്കുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാൾ ഇപ്പം ശരീരത്തൊക്കെ അല്പം നീരുണ്ട്, അങ്ങനെ ഒരു പ്രയാസമുണ്ട്. എങ്കിലും നമുക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളും വന്നു. ജീവിതത്തിലേക്ക് കടന്നതേ ഉള്ളൂ. 31 വയസ്സേ ഉള്ളൂ. കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. ഈ സാഹചര്യത്തിനകത്ത് പൈസയുമില്ല, അസുഖം കൂടുന്ന ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ മാനസികമായിട്ട് ആരും തകർന്നു പോകുന്ന ഒരു സമയത്താണ് നമ്മളിവിടെ വന്നത്. അതായത് ചികിത്സിക്കാനുള്ളതായിരിക്കുന്ന സാമ്പത്തികമുണ്ട്, പക്ഷെ ജപ്തി ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല. കാരണം ജപ്തി ഇനി ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ കുറെ പൈസ ലഭിച്ചെങ്കിൽ മാത്രമേ അത് ഒഴിവാക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പം ജപ്തി നമ്മൾ തീർത്തും ഒഴിവാക്കി വിട്ടാൽ പിന്നെ ചികിത്സയ്ക്ക് പൈസ ഇല്ലാതെ വരും. അപ്പം അതുകൊണ്ട് ജപ്തിക്ക് ഇപ്പം അവിടെ എത്ര അടയ്ക്കാനുള്ളത്? 8,40,000 രൂപ. അപ്പോൾ ഈ പൈസ എടുത്ത് ജപ്തിക്ക് അടയ്ക്കാനായിട്ട് നമുക്ക് പറ്റില്ല. എന്നാലും ചികിത്സയ്ക്കുള്ള സാമ്പത്തിക കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ജപ്തിയുടെ കാര്യങ്ങൾ ദൈവം മറ്റൊരു ഭാഗത്തോട് ചെയ്യട്ടെ. ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പൈസ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ രോഗം പെട്ടെന്ന് മാറുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ബാക്കി പൈസയും പിന്നീട് നമുക്ക് പറ്റുമെങ്കിൽ വേറൊരു വീഡിയോ കൂടി ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതോടെല്ലാം വെച്ച് ജപ്തി ഒഴിവാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഈ പ്രിയമുള്ളവർ പറയുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിക്കണമേ. ഞാൻ പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവത്തിന് മഹത്വം. പാസ്റ്റർ സജി പള്ളിക്കുന്നിൽ പാസ്റ്ററുടെ നേതൃത്വത്തിൽ എൻ്റെ വൈഫ് അശ്വതിയുടെ പേരിൽ പാസ്റ്റർ ഇങ്ങനൊരു വീഡിയോ ഇടുകയും തൈറോയ്ഡ് ക്യാൻസറിൻ്റെ ബന്ധത്തിലാണ്. അപ്പോൾ ആ രോഗത്തിൽ ഈ വീഡിയോ കണ്ട് ഞങ്ങളെ ഒരുപാട് സഹായിച്ച, ചെറുതും വലുതുമായുള്ള എല്ലാ സഹായങ്ങളും ചെയ്ത അതിനകത്ത് ദൈവദാസന്മാരുണ്ട്, ദൈവസഭകളുണ്ട്, സഹോദരിമാരുടെ കൂട്ടായ്മയിൽ നിന്ന് സഹായിച്ചവരുണ്ട്. അങ്ങനെ എല്ലാ വ്യക്തികൾക്കും കണ്ട് വീഡിയോ അയച്ച എല്ലാവർക്കും ദൈവനാമത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ഏകദേശം 10,49,000 ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരികയുണ്ടായി. ഈ പൈസ ഞങ്ങൾക്ക് ജപ്തിയിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് കഴിയത്തില്ല, കാരണം ചികിത്സയ്ക്കും ആവശ്യമുള്ളതുകൊണ്ട്. എങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളെ കൈതുറന്ന് സഹായിച്ച എല്ലാവർക്കും
ഞങ്ങൾ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. കാരണം ഇത്രയും പൈസ ഞങ്ങൾ കണ്ടെത്താൻ പറ്റുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഞങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ പാസ്റ്റർ നേരത്തെ പറഞ്ഞതുപോലെ, വീഡിയോയിലും പറഞ്ഞതുപോലെ, ഒരു ഡോസിന് 1,00,000 സംതിങ് രൂപയാണ്. അത് ഒരു പ്രാവശ്യം ഞങ്ങൾ കണ്ടെത്തി തന്നെ വളരെ പ്രയാസത്തിൽ കൂടെയാണ് കണ്ടെത്തിയത്. അപ്പോൾ തുടർന്നും ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. ഞങ്ങളും നിങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കും. ആശുപത്രി പോകുന്നുണ്ടല്ലോ അല്ലേ? ഇനി ഈ ബുധനാഴ്ച 24-ാം തീയതി ഞങ്ങൾക്ക് ചെക്കപ്പിനായിട്ട് കടന്നു പോകണം. അന്ന് ചെല്ലുമ്പോഴാണ് ഞങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽ, ഇനി മരുന്ന് കുടിക്കേണ്ട സാഹചര്യം എങ്ങനെയാണെന്ന് അവർ പറയുകയുള്ളൂ. സ്കാനിങ്ങും സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് പഥ്യം എടുക്കേണ്ടതായിട്ടുണ്ട്. 1 മാസത്തെ പഥ്യമുണ്ട്. അത് ഉപ്പൊക്കെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. സാധാ ഉപ്പ് ഉപയോഗിക്കാതെ കടൽ മത്സ്യങ്ങളെല്ലാം ഒഴിവാക്കി, തൈറോയിഡിന്റെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതും ഒഴിവാക്കിയിട്ട് 1 മാസത്തേക്ക് ഹോട്ടൽ ഫുഡുകൾ, എണ്ണ ചേർന്ന ആഹാരങ്ങളെല്ലാം ഒഴിവാക്കി വീട്ടിൽ പച്ചക്കറി, ഇലവർഗ്ഗങ്ങളൊക്കെ കഴിച്ചുള്ള പഥ്യം സെപ്പറേറ്റ് ആണ്. അങ്ങനെ സ്കാനിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അടുത്ത കോഴ്സ് മരുന്ന് കുടിക്കേണ്ട കാര്യം പറയുകയുള്ളൂ. ആ വിദേശത്തു നിന്ന് വരുന്ന മരുന്നാണ്. അതിൻ്റെ നമ്മൾ പറയുന്ന ഡോക്ടേഴ്സ് പറയുന്ന ഡേറ്റിന് വേണ്ടി അവിടെ ചെന്ന് പറയുമ്പോഴാണ് അവരതെടുത്ത് നമുക്ക് നൽകുക. തുടർന്നും എത്ര പ്രാവശ്യം ഇങ്ങനെ മരുന്നെടുക്കണമെന്ന് ഞങ്ങൾക്കറിയത്തില്ല. അത് ദൈവത്തിൻ്റെ കയ്യിലാണ്. നിങ്ങളെല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങളും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. ഈ കോഴ്സിനുള്ള മരുന്നിനുള്ള പൈസ ഞങ്ങളുടെ കയ്യിലുണ്ട്. ലഭിച്ച പൈസയിൽ നിന്ന് ഞങ്ങളത് ചികിത്സയ്ക്ക് വേണ്ടി മാത്രമല്ലാതെ വേറെ ഒന്നിനും ഞങ്ങൾ ഉപയോഗിക്കില്ല. ജീവിതത്തിൻ്റെ ഈ സാഹചര്യത്തിൽ ഞങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ടു. എല്ലാത്തിനും പ്രാർത്ഥനയും സാമ്പത്തികമാണ് പ്രധാനം. പൈസ ഇല്ലാത്ത സാഹചര്യത്തിൽ എന്തോ ആയിരുന്നു അന്ന് ഏത് സാഹചര്യത്തിലൂടെ ആയിരുന്നു പോയിരുന്നത്? കാരണം ചികിത്സയ്ക്ക് പൈസ വേണം, പിന്നീട് മറ്റ് ചെലവുകൾക്ക് പൈസ വേണം. ഇങ്ങനൊരു സാഹചര്യത്തിലൂടെ പോയപ്പോൾ എങ്ങനെയാണ് മാനസിക സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്? ഒരു വല്ലാത്ത മാനസിക അവസ്ഥയിൽ കൂടെയാണ് ഞങ്ങൾ കടന്നുപോയത്. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. 2 കുഞ്ഞുങ്ങൾ, ഞങ്ങൾ ഡെയിലി ആവശ്യമായതൊന്നും എങ്ങനെ ആയിത്തീരുമെന്ന് പോലും ചിന്തിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കർത്താവ് ഞങ്ങളെ ഇത്രത്തോളം സഹായിച്ചു. അതിന് മുഖാന്തരമായ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി ഇത്തരണത്തിൽ അറിയിക്കുന്നു. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ പാസ്റ്ററെ അശ്വതി. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വസ്തത ഉള്ള ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്. നാളെ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ദൈവപ്രവൃത്തി കർത്താവ് അധികമായി വെളിപ്പെടുത്തും. അതുപോലെ തന്നെ പൂർണ്ണമായ നിലയിൽ അശ്വതിയുടെ രോഗം മാറത്തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ. നിങ്ങളുടെ ആ ജപ്തി നിന്ന് നിങ്ങൾ ആ പൈസ കൊടുത്തത് എത്ര? 8,40,000 രൂപ അത് കൊടുത്ത് ആ ജപ്തിയിൽ നിന്ന് ഒഴിവാകത്തക്കുള്ള സാഹചര്യങ്ങളെല്ലാം ദൈവം ഒരുക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇനി സഹായിച്ച, പ്രാർത്ഥിച്ച, ഷെയർ ചെയ്ത എല്ലാ പ്രിയമുള്ളവർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ നമ്മൾ ചെയ്യുന്നതായിരിക്കുന്ന ഈ ചെറിയ കാര്യങ്ങൾ അനേകരുടെ ജീവിതത്തിൻ്റെ വലിയ നന്മയ്ക്ക് കാരണമായി തീരുന്നു എന്നുള്ളത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എല്ലാവരും ദൈവം ധാരാളമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ.